വെൽക്കം ടു ഡീൽസ് കേര. ഇറാനെതിരെയുള്ള US-ഇസ്രായേൽ ആക്രമണം അതിരൂക്ഷമായി തുടരുന്നതിനിടെ ഇസ്രായേലിന് കനത്ത തിരിച്ചടിയുമായി ഇറാൻ. ഇസ്രായേലിലെ ബീർഷേബയിൽ കെമിക്കൽ ഫാക്ടറിക്ക് നേരെയുണ്ടായ മിസൈൽ ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. അപകടകരമായ രാസവസ്തുക്കൾ വായുവിൽ കലർന്നതായും പുറത്തിറങ്ങരുതെന്നും പ്രദേശവാസികൾക്ക് നിർദ്ദേശം നൽകി. ഫാക്ടറിയിലെത്തി ഇതുവരെയും നിയന്ത്രണവിധേയമാക്കാനായിട്ടില്ല. തെക്കൻ ഇസ്രായേലിൽ ഇറാൻ ആക്രമണത്തിൽ പരിക്കേറ്റവരുടെ എണ്ണം 31ആയി. മിസൈൽ ഭീഷണി മൂലം ജെറൂസലമിൽ ഇസ്രായേൽ പാർലമെന്റ് സമ്മേളനം തടസ്സപ്പെട്ടു. ഇറാഖിലെ വിവിധ ഭാഗങ്ങളിൽ സ്ഫോടനം നടന്നു. ലെബനനിൽ കൂടുതൽ അതിർത്തി കയ്യേറാൻ സൈന്യത്തിന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബിന്യാമിൻ നെതന്യാഹു നിർദ്ദേശം നൽകി. ബീർഷേബ നഗരത്തിന്റെ ദക്ഷിണഭാഗത്തുള്ള ന്യോട്ട് ഹോവാവ് മേഖലയിലെ ഫാക്ടറിയിലാണ് മിസൈൽ ആക്രമണം. അപകടത്തിൽ ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റതായി ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പശ്ചിമേഷ്യയെ ഭീതിയുടെ മുൾമുനയിലേക്ക് തള്ളിവിട്ട് ഇസ്രായേലും US-ഉം ഇറാനെ ആക്രമിച്ചതിന് പിന്നാലെയുണ്ടായ യുദ്ധത്തിൽ ഇറാനും ഹിസ്ബുള്ളയ്ക്കും പുറമെ ഹൂത്തികളും കൂടി പോർമുഖം തുറന്നതോടെ ഇസ്രായേലിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരുന്നു. ഇന്നലെ രാത്രി നിരവധി തവണയാണ് രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ അപായ സൈറൺ മുഴങ്ങിയത്. ഇറാന്റെ ഭാഗത്ത് നിന്നുള്ള നേരിട്ടുള്ള ആക്രമണങ്ങളും ലെബനൻ അതിർത്തിയിലെ ഹിസ്ബുള്ളയുമായുള്ള കടുത്ത പോരാട്ടവും ഇസ്രായേലിനെ അതീവ സങ്കീർണമായ അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. വടക്ക് നിന്ന് ഹിസ്ബുള്ളയും കിഴക്ക് നിന്ന് ഇറാനും ആക്രമണം നടത്തുമ്പോൾ തെക്ക് ഭാഗത്ത് നിന്ന് യമനിലെ ഹൂത്തി വിമതരും ഇസ്രായേലിനെതിരെ നീങ്ങുന്നുണ്ട്. ഇതോടെ ഒരേ സമയം 3 വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നുള്ള ഭീഷണിയെയാണ് ഇസ്രായേൽ സൈനിക സേന നേരിടുന്നത്. അതേസമയം ലെബനൻ അതിർത്തിയിലാണ് നിലവിൽ ഏറ്റവും രൂക്ഷമായ പോരാട്ടം നടക്കുന്നത്. തെക്കൻ ലെബനനിലേക്ക് കരമാർഗമുള്ള സൈനിക നീക്കം ഇസ്രായേൽ ശക്തമാക്കിയിരിക്കുകയാണ്. ശനിയാഴ്ച മാത്രം ഏകദേശം 250ഓളം റോക്കറ്റുകളാണ് ഇസ്രായേലിനു നേരെ ഹിസ്ബുള്ള പ്രയോഗിച്ചതായി ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഓരോ നിമിഷവും സൈറണുകൾ മുഴങ്ങുന്നതിനാൽ അതിർത്തി ഗ്രാമങ്ങളിലെ ജനങ്ങളോട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കരയുദ്ധത്തിന് അമേരിക്ക തയ്യാറെടുക്കുന്നതിനിടെ ഇറാനിലെ വൈദ്യുത കേന്ദ്രങ്ങൾക്ക് നേരെയും അമേരിക്കയുടെ ആക്രമണം. മണിക്കൂറുകൾക്ക് ശേഷം വൈദ്യുതി പുനഃസ്ഥാപിച്ചു. ഇറാന്റെ ആക്രമണ ഭീഷണി മുൻനിർത്തി പശ്ചിമേഷ്യയിലെ US യൂണിവേഴ്സിറ്റികൾ പലതും പഠനം ഓൺലൈനിലേക്ക് മാറ്റി. ഖരഗ് ദ്വീപിൽ ആഴ്ചകൾ നീളുന്ന അധിനിവേശം ഉൾപ്പെടെ എല്ലാ സാധ്യതകളും അമേരിക്ക പരിഗണിക്കുന്നതായി US മാധ്യമങ്ങൾ. പുതിയ വിമാനവാഹിനി കപ്പൽ ജോർജ് ബുഷ് ഉടൻ ഇറാൻ തീരത്ത് എത്തും. പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യം അതിരൂക്ഷമായി തുടരുന്നതിനിടെ US സൈന്യത്തിന് മുന്നറിയിപ്പുമായി ഇറാൻ. കരയുദ്ധം ആരംഭിക്കാനാണ് US-ന്റെ നീക്കമെങ്കിൽ വിനാശകരമായ പ്രത്യാഘാതങ്ങളുണ്ടാകുമെന്നും ഇറാനിൽ കാലുകുത്തുന്ന US സൈനികരെ പേർഷ്യൻ കടലിലെ സ്രാവുകൾ കിട്ടുകൊടുക്കുമെന്നും ഖതം അൽ അൻബിയ വക്താവ് കേണൽ ഇബ്രാഹിം സുൽഫിക്കർ പറഞ്ഞു. അപ്രതീക്ഷിതമായി കരയുദ്ധത്തിലേക്ക് US കടക്കുകയാണെങ്കിൽ നേരിടാൻ ഇറാൻ സജ്ജമാണെന്നും അദ്ദേഹം പറഞ്ഞു. കരമാർഗമോ സമുദ്രമാർഗമോ ഇറാനെതിരെ നീക്കം നടത്താൻ തയ്യാറായാൽ US സൈനികരെ തകർക്കാൻ ഇറാൻ സജ്ജമാണ്. അതിനുവേണ്ടിയുള്ള ദിനങ്ങളിലേക്ക് ഇറാൻ എണ്ണിത്തുടങ്ങിയിട്ടുണ്ട്. ഇറാനെതിരെ കരയുദ്ധം നടത്തുമെന്നും ഖരഗ് ദ്വീപടക്കമുള്ള പ്രദേശങ്ങളിൽ അധിനിവേശം നടത്തുമെന്നൊക്കെ US പ്രസിഡന്റ് ട്രംപ് ഭീഷണിപ്പെടുത്താൻ തുടങ്ങിയിട്ട് കുറച്ചു കാലങ്ങളായി. അത്തരം ആഗ്രഹങ്ങളെല്ലാം ഒരിക്കലും നടക്കാത്ത മനോഹരമായ സ്വപ്നങ്ങളായി മാത്രമേ കണക്കാക്കാനാകൂ, കേണൽ സുൽഫിക്കർ പറഞ്ഞു. ആക്രമണത്തിനും അധിനിവേശത്തിനും അതേ നാണയത്തിൽ തിരിച്ചടി നൽകാൻ ഇറാൻ സൈന്യം നേരത്തെ തയ്യാറായിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. US ഭീഷണികളെ നേരിടാൻ ഇറാഖിന്റെ അതിർത്തി പ്രദേശങ്ങളടക്കം രാജ്യത്തുടനീളം പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ ലോകം മുഴുവൻ ആശങ്കയോടെ നോക്കുന്ന യുദ്ധ സാഹചര്യങ്ങൾക്കിടെ ശക്തമായ സമാധാന സന്ദേശവുമായി എത്തിയിരിക്കുകയാണ് മാർപ്പാപ്പ. പോപ്പ് ലിയോ 14 ഓശാന ഞായർ സന്ദേശത്തിൽ അക്രമവും യുദ്ധവും അവസാനിപ്പിക്കണമെന്ന് ആഹ്വാനം ചെയ്തു. സ്വന്തം താൽപ്പര്യങ്ങൾക്കും അധികാരത്തിനും വേണ്ടി യുദ്ധം നടത്തുന്നവർക്ക് അവരുടെ പ്രവർത്തികളെ ന്യായീകരിക്കാൻ ക്രിസ്തീയ വിശ്വാസത്തെയോ ദൈവത്തെയോ ഒരിക്കലും ഉപയോഗിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം കർശനമായി വ്യക്തമാക്കി. വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ നടന്ന ശുശ്രൂഷകളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബൈബിളിലെ യെശയ്യാവ് പ്രവാചകന്റെ വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട്, നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും ഞാൻ കേൾക്കുകയില്ല, നിങ്ങളുടെ കൈകൾ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന കഠിനമായ സന്ദേശം അദ്ദേഹം ഓർമ്മിപ്പിച്ചു. സമാധാനം ആയുധങ്ങളിലൂടെ സൃഷ്ടിക്കാനാവില്ലെന്നും ഭീഷണികളും ആക്രമണങ്ങളും സ്ഥിരതയിലേക്ക് നയിക്കില്ലെന്നും മാർപ്പാപ്പ വ്യക്തമാക്കി. യഥാർത്ഥ സമാധാനമുണ്ടാകേണ്ടത് ഉത്തരവാദിത്വമുള്ള സംവാദങ്ങളിലൂടെ മാത്രമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതിനിടെ ഇസ്രായേൽ ലെബനൻ അതിർത്തിക്ക് സമീപം നടന്ന ഒരു ദുരന്തം വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. മാർച്ച് 23-ന് ഇസ്രായേൽ സൈന്യം പീരങ്കി തെറ്റായി പ്രയോഗിച്ചതിനെ തുടർന്ന് 60 വയസ്സുള്ള ഇസ്രായേലി കർഷകനായ ഓഫർ മോസ്കോവിറ്റ്സ് കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുണ്ട്. ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സസ് നടത്തിയ അന്വേഷണത്തിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് ഗുരുതരമായ അശ്രദ്ധയോ ധാർമ്മിക വീഴ്ചയോ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് സൈന്യം വ്യക്തമാക്കി.
അതേസമയം മിഡിൽ ഈസ്റ്റിൽ സംഘർഷം ശക്തമാവുകയാണ്. ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണത്തിൽ എമിറേറ്റ്സ് ഗ്ലോബൽ അലുമിനിയത്തിന് വലിയ നാശനഷ്ടം സംഭവിച്ചതായി എമിറേറ്റ്സ് ഗ്ലോബൽ അലുമിനിയം അറിയിച്ചു. അബുദാബിയിലെ ഖലീഫ സാമ്പത്തിക മേഖലയിലുണ്ടായ ആക്രമണത്തിൽ നിരവധി ജീവനക്കാർക്ക് പരിക്കേറ്റെങ്കിലും ആരുടെയും ജീവന് ഭീഷണിയില്ലെന്ന് കമ്പനി വ്യക്തമാക്കി. സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് അടച്ചുപൂട്ടിയതോടെ ആഗോള വിതരണ ശൃംഖലയ്ക്കും വലിയ തിരിച്ചടിയാണുണ്ടായിരിക്കുന്നത്. ലോകത്തിലെ ഏകദേശം 9% അലുമിനിയം വിതരണം നടത്തുന്ന ഗൾഫ് രാജ്യങ്ങൾക്ക് കയറ്റുമതി തടസ്സപ്പെട്ടു. ഇതിനിടെ ഇറാനുമായി ബന്ധപ്പെട്ട സംഘർഷം അവസാനിപ്പിക്കാൻ പാകിസ്ഥാൻ മുന്നോട്ടു വരുന്നു എന്നതാണ് പുതിയ വിവരം. വരും ദിവസങ്ങളിൽ അർത്ഥവത്തായ ചർച്ചകൾക്കായി തയ്യാറെടുക്കുകയാണെന്ന് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇഷാഖ് ഡാർ വ്യക്തമാക്കി. അമേരിക്ക സൈനികരെ നേരിട്ട് രംഗത്തിറക്കിയാൽ പ്രതികരിക്കാൻ തയ്യാറാണെന്ന് ടെഹ്റാനും മുന്നറിയിപ്പ് നൽകി. അമേരിക്ക ഇറാൻ ചർച്ചകൾക്ക് സാധ്യതയുണ്ടെന്ന സൂചനകളും പുറത്തുവരുന്നുണ്ട്. ഇതിന്റെ പ്രതിഫലം ഇന്ത്യയിലും അനുഭവിക്കുകയാണ്. രാജ്യത്ത് LPG സിലിണ്ടർ വിതരണത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. ഗാർഹികവും വാണിജ്യവുമായ സിലിണ്ടറുകൾക്ക് പ്രാധാന്യം നൽകും. ആശുപത്രികൾക്കും സ്കൂളുകൾക്കുമുള്ള വിതരണം തുടരും. ഹോർമൂസ് കടലിടുക്ക് വഴി 18 കപ്പലുകൾ കൂടി ഇന്ത്യയിൽ എത്തുന്നതിനാൽ നിലവിലെ പ്രതിസന്ധി കുറച്ചുകൂടി നിയന്ത്രിക്കാൻ സാധിക്കുമെന്ന് പെട്രോളിയം മന്ത്രാലയം അറിയിച്ചു. ഇറാന്റെ അനുമതിക്കായി നയതന്ത്ര ശ്രമങ്ങൾ തുടരുകയാണെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഇതിനിടെ ജനങ്ങൾക്ക് കേന്ദ്രം മുന്നറിയിപ്പും നൽകി. പെട്രോൾ, ഡീസൽ, പാചകവാതകം എന്നിവ അനാവശ്യമായി സംഭരിക്കാൻ ശ്രമിക്കരുത്. ഇത്തരത്തിൽ കൃത്രിമ ക്ഷാമം സൃഷ്ടിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം ഹോർമൂസ് കടലിടുക്ക് കടക്കാൻ അനുമതി ലഭിച്ച LPG ടാങ്കറുകളായ BWELM, BWTYR ഇന്ത്യയിലേക്ക് യാത്ര തുടരുകയാണ്. ചെന്നൈ ആസ്ഥാനമായ BW ഗ്ലോബൽ യുണൈറ്റഡ് LPG കമ്പനിക്കാണ് ഇവ ഉടമസ്ഥത. നിലവിൽ 4 ക്രൂഡ് ഓയിൽ ടാങ്കറുകളും ഒരു LNG കപ്പലും ഉൾപ്പെടെ 18 ഇന്ത്യൻ കപ്പലുകൾ ഹോർമൂസ് മേഖലയിൽ തുടരുകയാണ്. ലോകം മുഴുവൻ സംഘർഷങ്ങൾ കനക്കുമ്പോൾ സമാധാനത്തിനായുള്ള ആഹ്വാനങ്ങൾ ശക്തമാവുകയാണ്. എന്നാൽ യുദ്ധം അവസാനിക്കുമോ എന്ന ചോദ്യത്തിനുത്തരം ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ഡീൽസ് കേരള.